നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഒല്ലൂർ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ കൂട്ട പ്രാർത്ഥനാ റാലി സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ വഴി സൗകര്യമില്ലാതെ 6-ലധികം കുടുംബങ്ങൾ ദുരിതത്തിൽ. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധ തീജ്വാലയിൽ സംഗമവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവവും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും റവന്യൂ മന്ത്രി നിർവഹിച്ചു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യാതിഥിയായിരുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി എന്നിവർ വിശിഷ്ട സാന്നിധ്യമായിരുന്നു. വിദ്യാലയത്തിൽ നടത്തിയതും നടക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 3,90,00,000 രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. SSLC, VHSC 2ാം വർഷത്തിലും 1ാം വർഷത്തിലും മികച്ച വിജയം നേടിയവർക്ക് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി. തൃശൂർ കോർപ്പറേഷൻ AE സുജ പദ്ധതി വിശദീകരണം നിർവഹിച്ചു. പ്രധാന അധ്യാപിക S ഗീതാദേവി, പ്രിൻസിപ്പൽ AV വിജന, ഒല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PR ജോൺ, OSA പ്രസിഡന്റ് VA വർഗീസ്, MPTA പ്രസിഡന്റ് ലിബി വർഗീസ്, സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികമാരായ മെറീന, ജലജ, മിനി, OSA അംഗം പൽപു, PTA പ്രസിഡന്റ് ഷീബ ജോജി എന്നിവർ സംസാരിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഒരു പുതിയ കെട്ടിടമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഒല്ലൂർ വൈലോപ്പിള്ളിയുടെ നാമധേയത്തിലുള്ള മഹനീയമായിട്ടുള്ള ഈ സ്കൂൾ ഞാൻ കൂട്ടി നോക്കായിരുന്നു. വേറെ ഈ കെട്ടിടം കൂടി ആരംഭിക്കുമ്പോൾ ഒല്ലൂർ വൈലോപ്പിള്ളി സ്കൂളിൽ മാത്രമാണ് 3,90,00,000 രൂപയുടെ ഈ കെട്ടിടം. ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ എത്രയും വേഗം വിട്ടയക്കണമെന്നും ഭരണഘടനയെ സംരക്ഷിക്കണമെന്നും മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒല്ലൂർ ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫൊറോന തല പ്രതിഷേധം കൂട്ടപ്രാർത്ഥനാ റാലി സംഘടിപ്പിച്ചു. വിശുദ്ധ എവുപ്രാസ്യയുടെ കബറിടത്തിൽ നിന്നും ഒല്ലൂർ സെന്ററിലേക്കായിരുന്നു റാലി. ഒല്ലൂർ മേരിമാതാ പള്ളി വികാരി പ്രൊമോട്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. അതിരൂപത കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ഷിൻഡോ പാലക്കൽ ഒല്ലൂർ ഫൊറോന കൌൺസിൽ സെക്രട്ടറി EJ ആന്റണി, രൂപത വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ഗ്ലോബൽ സെക്രട്ടറിയുമായ തൊമ്മി പിടിയത്ത്, ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഹംബലിൻ, ഒല്ലൂർ ഫൊറോന സെക്രട്ടറി ഫ്രാൻസിസ് തറയിൽ, പോളി കുളങ്ങര, കരോളി ജോഷുവ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ ഫൊറോന ഭാരവാഹികളായ ടോണി എടത്തിരുത്തിക്കാരൻ, ഔസേപ്പ് കോടന്നൂർ, VP സേവ്യർ, മേഴ്സി ആന്റണി, വിൽസൺ കാക്കശ്ശേരി, സിജോ അറയ്ക്കൽ, ഡേവി പടിക്കല എന്നിവർ നേതൃത്വം നൽകി. സഹോദരിമാർ 2 സിസ്റ്റേഴ്സിനെ ചണ്ഡിഗഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വളരെ മോശമായ നമ്മുടെ സമുദായത്തിനെ മോശമായ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ട് ആ ഗ്രാമത്തിലെ ഒരു വ്യക്തിയുടെ കൂടെയാണ് വന്നിരുന്ന ആ കുട്ടികൾ നമ്മുടെ തിരുവസ്ത്രമണിഞ്ഞ സിസ്റ്റേഴ്സ് അച്ഛന്മാരുടെ ഒറ്റ കാരണത്താൽ തന്നെ അതിന് പല പേരുകളിലെ അവരെ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ജയിലിലടയ്ക്കുന്ന ഒരവസ്ഥ ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു കുടുംബത്തെ അല്ലെങ്കിൽ 2 കുടുംബങ്ങളെ ഒന്ന് വളർത്തി കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുമ്പോൾ
അതിനെ വർഗീയതയാണ്. സിവിൽ സപ്ലൈസ് സംഭരിച്ച നെല്ലിന്റെ വില ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. കൃഷിച്ചെലവിന്റെ ക്രമാതീതമായ വർധനവിനനുസൃതമായി നെല്ല് വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തിയത്. ജില്ലയിൽ നിരവധി നെൽ കൃഷിക്കാർക്ക് മാസങ്ങളായി നെല്ല് വിറ്റ വകയിൽ പണം ലഭിക്കാനുണ്ട്. സമരത്തിൽ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK ഡേവിസ്, MM അവറാച്ചൻ, KV സജു, PI സജിത, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സെബി ജോസഫ്, K രവീന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M ബാലാജി, ഗീത ഗോപി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TV ഹരിദാസ്, MN സത്യൻ, MA ഹാരിസ് ബാബു, TG ശങ്കരനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. റോഡ് തകർന്ന് ഒരു മാസം പിന്നിട്ടിട്ടും നടപടിയായില്ല. വഴി സൗകര്യമില്ലാതെ മാന്നാമംഗലത്തെ 6ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ 5ാം വാർഡിൽ ഉൾപ്പെട്ട മാന്നാമംഗലം മരിയ റോഡ് നിവാസികളാണ് ദുരിതത്തിലായത്. ഒരു മാസം മുന്നേ റോഡിന് സമീപത്ത് നിന്നിരുന്ന ഇറിഗേഷന്റെ ഉടമസ്ഥതയിലുള്ള വൻ മരം കടപുഴകി വീണിരുന്നു. ഇതോടെയാണ് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു തകർന്നത്. റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. 6ഓളം കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. ഇവർക്ക് ആവശ്യമായി കുടിവെള്ളം എത്തിക്കുന്നതിനോ ആശുപത്രി ആവശ്യങ്ങൾക്കോ ഒരു വാഹനം എത്തിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ബന്ധപ്പെട്ട അധികാരികളോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിൽ പരാതി നൽകിയപ്പോൾ റോഡിന്റെ ഉത്തരവാദിത്വം ഇറിഗേഷൻ വകുപ്പിനാണെന്നും റോഡ് ഇറിഗേഷൻ ശരിയാക്കുമെന്നാണ് വിശദീകരണം. എന്നാൽ ഇറിഗേഷനെ അറിയിച്ചപ്പോൾ റോഡ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകണമെന്നാണ് പറയുന്നത്. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് കുടുംബങ്ങൾ. റോഡ് ഇടിഞ്ഞതിന് സമീപത്ത് നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റും അപകടാവസ്ഥയിലാണ്. ഇനിയും മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിയുന്നതിനും വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ മറിഞ്ഞു വീഴുന്നതിനും ഇടയാകും. ഇതിനെല്ലാം പരിഹാരമായി എത്രയും വേഗം ഇടിഞ്ഞ ഭാഗം കെട്ടി സംരക്ഷിച്ച് നൽകണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വഴി രണ്ടായിട്ട് മുറിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് ഒരു എമർജൻസിക്ക് ഒരു വണ്ടി രാത്രി എന്തെങ്കിലും ആശുപത്രി കേസ് പോലും വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കാർ വരാൻ തരാറില്ല. പിന്നെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് വെച്ചാൽ കുടിവെള്ളക്ഷാമമാണ്. കുടിവെള്ളക്ഷാമത്തിന് ഇപ്പോൾ ഇവിടെ ഈ വീടുകളെല്ലാം വെള്ളം ഓരോ ദിവസം ആഴ്ചയിൽ ഒരു ട്രിപ്പെങ്കിലും മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ വഴി മുറിഞ്ഞു പോയതുകൊണ്ട് അവർക്കൊക്കെ വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറി ഇറങ്ങി നടക്കുക. ഇറിഗേഷൻകാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിൻ്റെ വകയാണ് റോഡ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിഞ്ഞ ദിവസം പോയി ഇറിഗേഷന് അപേക്ഷ കൊടുത്തിട്ട് അവർ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു കാര്യം നമുക്ക് അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ആൾക്കാർ വന്ന് നോക്കിപ്പോയതല്ലാതെ പിന്നെയും ഒരു മറുപടി നമുക്ക് തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു രാത്രി ഇവിടെ എല്ലാം കാരണന്മാരുള്ളതാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും ഒരു വണ്ടി കടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും നടപടി ചെയ്യാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയനാട് ദുരന്തത്തിന്റെ 1ാം വാർഷിക ദിനത്തിൽ NCC കേഡറ്റുകളുടെ ശ്രദ്ധാഞ്ജലി. ഭൂമി നഷ്ടപ്പെട്ടവരുടെയും ഭീതിതമായ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് NCC കേഡറ്റുകൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. തൃശൂർ 7 കേരള ഗേൾസ് ബറ്റാലിയന്റെ കീഴിൽ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ NCC കേഡറ്റുകളാണ് വേറിട്ട ശ്രദ്ധാഞ്ജലിയുമായി രംഗത്തെത്തിയത്. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് മുൻപിൽ കുനിഞ്ഞ ശിരസ്സുമായി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ദുരന്തബാധിതരുമായ എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു വയനാട് ദുരന്തത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചു. 7 കേരള ഗേൾസ് ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ ലഫ്റ്റനന്റ് മിനി T. വയനാട് ജനതയ്ക്കുള്ള ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സീനിയർ അണ്ടർ ഓഫീസർ ലക്ഷ്മിപ്രിയ, ജൂനിയർ ഓഫീസ് നിരഞ്ജന, സീനിയർ കേഡറ്റുകളായ ശ്രീലക്ഷ്മി, സുമന്യ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധ തീജ്വാലയും സംഗമവും നടത്തി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണന്റെ അധ്യക്ഷതയിൽ UDF വടക്കാഞ്ചേരി ചെയർമാൻ NA സാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, ജയൻ മംഗലം, PV ഹസനാർ, ജോഷി കല്ലിയേൽ, ബിജു കൃഷ്ണൻ, ജോസ്മണി എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിജോയ് കുറ്റിക്കാടൻ, അശ്വിൻ തമ്പി, അനീഷ് അകമ്പാടം, ആൽബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി.
INTUC ലീഡർ സുലൈമാൻ PP, ജോസ് PV എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് VM മനീഷ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ നന്ദിയും അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ട്രെയിൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കലായി അടുത്ത നടപടി. കന്യാസ്ത്രീകളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ യാത്രാരേഖകളും മറ്റ് രേഖകളും കണ്ടപ്പോൾ ആ ഉദ്യോഗസ്ഥൻ അവിടെ കൂടെ ഉണ്ടായിരുന്ന യുവതികളുടെ ബാഗ് പരിശോധിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവരുടെ ബാഗിൽ നിന്നും 2000 രൂപ കണ്ടെടുത്തപ്പോൾ ഈ റെയിൽവേ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ ബജ്രംഗദളിന്റെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവിടെ വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ആ 2000 രൂപ ഓണത്തിനുൾപ്പെടെ ഉത്സവ നാളുകളിൽ കേരളത്തിന് അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് CPI ഒല്ലൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിമ്പറമ്പ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. തൃശൂർ നിയോജക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി T. ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം അരവിന്ദ് കൃഷ്ണ അഭിവാദ്യം ചെയ്തു. KK കനകൻ അധ്യക്ഷനായിരുന്നു. ലോക്കൽ സെക്രട്ടറി PS ബാബു സ്വാഗതവും സ്വാതി രഞ്ജിത്ത് നന്ദിയും അറിയിച്ചു. പ്രകടനത്തിന് ഹരീന്ദ്രനാഥ്, അനൂപ് ആന്റണി, TK രാജേഷ്, റാഫേൽ ചിതലൻ എന്നിവർ നേതൃത്വം നൽകി. സഹോദരി സഹോദരന്മാരെ, ഇന്ത്യ ഗവൺമെന്റ് വർഷങ്ങളായി ഉത്സവനാളുകളിൽ റംസാനായിക്കോട്ടെ, ഓണമായിക്കോട്ടെ, ക്രിസ്മസായിക്കോട്ടെ, ഇന്ത്യയുടെ പൗരത്വം അംഗീകരിച്ചുകൊണ്ട് നെഹ്റുവിന്റെ കാലം മുതൽ മൻമോഹൻ സിംഗിന്റെ കാലം വരെ കൃത്യമായി ഉത്സവ സീസണുകളിൽ വിലക്കയറ്റം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങളിലെ മുഴുവൻ റേഷൻ കടകൾ വഴിയും അധിക അരി വിഹിതം നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ BJP സർക്കാർ ഉത്സവകാലത്തെ വില കയറ്റം പിടിച്ചു നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള അരിവീതം വെട്ടിക്കുറയ്ക്കുകയും പഞ്ചസാര വീതം വെട്ടിക്കുറയ്ക്കുകയും മണ്ണെണ്ണ വീതം വെട്ടിക്കുറയ്ക്കുകയും മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഒരു അരി പോലും. ഇടവേള. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മരത്താക്കര തൃക്കൂർ പൊന്നൂക്കര PWD റോഡിലെ നെല്ലിച്ചോട് പ്രദേശത്തെ റോഡിലെ കുഴിയിൽ ഇന്ന് ഒരു ഇരുചക്രവാഹന യാത്രക്കാരി വീഴുന്ന രംഗം. ഇവിടെ നിത്യവും അപകടം പതിവാണ്. അധികാരികൾ ഉടൻ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞും കിടക്കുന്നതിനാൽ വാഹനയാത്രക്കാർക്ക് കുഴികൾ കാണാൻ കഴിയുന്നില്ല. കൂടുതലും ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മുല്ലശ്ശേരി ബ്ലോക്കിൽ ഒരു രാത്രികാല വെറ്ററിനറി ഡോക്ടർ, അന്തിക്കാട് മൊബൈൽ വെറ്ററിനറി യൂണിറ്റിൽ ഒരു വെറ്ററിനറി ഡോക്ടർ, വിവിധ ബ്ലോക്കുകളിലായി 6 ഡ്രൈവർ കം അറ്റൻഡന്റ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനം നടത്തുന്നു. 90-ൽ കുറഞ്ഞ ദിവസത്തേക്കായിരിക്കും നിയമനം. വെറ്ററിനറി സയൻസിൽ ബിരുദം, വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യത ഉള്ളവർക്ക് വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 7ാം ക്ലാസ് പാസ്സായ LMB ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ കം അറ്റൻഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരം വേതനം ലഭിക്കും. താൽപര്യമുള്ളവർ തൃശൂർ പറവട്ടാനിയിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 12-ന് മുൻപ് കൂടിക്കാഴ്ചയ്ക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 048723612116 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സുകൾ പണിമുടക്കി. കോർപ്പറേഷൻ ബസ് പാർക്കിംഗ് ഫീസ് 120 രൂപയാക്കി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. ശക്തൻ സ്റ്റാൻഡുകളിൽ ബസ്സുകൾക്ക് പ്രതിദിനം നൽകേണ്ട ഫീസ് 25 രൂപയിൽ നിന്ന് 120 രൂപയായി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ബസ്സുകൾ പണിമുടക്കി. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന വഴികളെല്ലാം വലിയ കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതുമൂലം ബസ്സുകൾ തകരാറിലാകുന്നതും അറ്റകുറ്റപ്പണികൾക്കായി വൻ തുക ചിലവാകുന്നതും പതിവാണ്. ആകാശപാത വന്നതോടെ ശക്തൻ സ്റ്റാൻഡിന്റെ വടക്കുഭാഗം അടച്ചുകെട്ടിയതിനാൽ ബസ്സുകൾ മറുഭാഗത്തുകൂടെ തിരിഞ്ഞു വേണം സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ. ഇത് ഏറെ ബുദ്ധിമുട്ടും ഗതാഗതക്കുരുക്കും സൃഷ്ടിക്കുന്നു. ഫീസ് വർധന നിർത്തിവെക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ ബസ് സർവീസുകൾ പുനരാരംഭിച്ചു. ശ്രീജ കളപ്പുരയ്ക്കലിന്റെ ഓൺലൈൻ ചിത്രകലാ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ ആദ്യ ബാച്ചിലെ 10 പെൺകുട്ടികളുടെ ചിത്രപ്രദർശനം ലളിതകല അക്കാദമി ഹാളിൽ നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലുമിനസ് 17 അകമലരിക്ക് എന്ന ചിത്രപ്രദർശനം ഓഗസ്റ്റ് 1 മുതൽ 5 വരെയാണ്. അക്രിലിക് മാധ്യമത്തിൽ വരച്ച ഓരോരുത്തരുടെയും 5 മുതൽ 10 വരെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 1-ന് പ്രസിദ്ധ ചിത്രകാരൻ മദരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ശ്രീജ കളപ്പുരയ്ക്കൽ, സെവരി ഷാജു കുവൈറ്റ്, നൈസ മറിയം ജേക്കബ് ഷാർജ, ശ്രീനന്ദ സന്തോഷ് കുന്നംകുളം, പ്രയുക്ത രജിത് ഷാർജ എന്നിവർ പങ്കെടുത്തു. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാലക്കുടി സെന്ററിൽ ഓഗസ്റ്റ് അവസാന വാരം ആരംഭിക്കുന്ന പുതുക്കിയ സിലബസ് പ്രകാരമുള്ള കേരള സർക്കാർ അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. SSLC യോഗ്യതയുള്ളവർക്ക് DCA കോഴ്സിനും, +2 യോഗ്യതയുള്ളവർക്ക് DCA-S കോഴ്സിനും, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് PGDSA കോഴ്സിനും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8590894866 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച കേന്ദ്ര സർക്കാരിന്റെ കിരാത നടപടിക്കെതിരെ മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂച്ചട്ടി സെന്ററിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മിനി നിജോ അധ്യക്ഷത വഹിച്ചു. സീനിയർ മാധ്യമപ്രവർത്തകൻ കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വൈദികരെയും കന്യാസ്ത്രീകളെയും വേട്ടയാടുന്ന നടപടി സംഘപരിവാർ അവസാനിപ്പിക്കണം. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പുരോഹിതർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അപലപനീയമാണ്. കന്യാസ്ത്രീകൾക്ക് തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സമുദായം അടിച്ചമർത്തപ്പെടുന്നു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം ലീലാമ തോമസ് പ്രതിഷേധ ജ്വാല നയിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഷേർലി മോഹനൻ, ശകുന്തള സജീവൻ, പ്രിയ വിൽസൺ, മിനി വിനോദ്, ഫസില നിഷാദ്, ഗിരിജ, ജിൻസി ഷാജി, ജിത് ചാക്കോ, ശോഭന രാമചന്ദ്രൻ, ബീന സാബു, ബാബു PP, KM പൗലോസ്, രാജേഷ് കുളങ്ങര, സഫിയ ജമാൽ എന്നിവർ സംസാരിച്ചു. SSF തൃശൂർ ജില്ലാ സാഹിത്യ ഉത്സവ് ഓഗസ്റ്റ് 1 വാടാനപ്പള്ളിയിൽ തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ 1500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 2ാം ദിവസം നടക്കുന്ന സാഹിത്യോത്സവ് മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 3 സമാപന ചടങ്ങിൽ മുഹമ്മദ് ഷാഫി ഹാദിരി അധ്യക്ഷത വഹിക്കും. മുരളി പെരുന്നല്ലി MLA, നിരവധി മതപണ്ഡിതർ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KM മുഹമ്മദ് അനസ്, മുഹസിൻ റബ്ബാനി, സെക്രട്ടറി PS അനസ് എന്നിവർ പങ്കെടുത്തു. വിധവയായ ആനക്കല്ല് സ്വദേശി എടക്കാട്ടിൽ സരോജിനിയുടെ വീട് മകൾ സ്വന്തമാക്കി വീട്ടിൽ നിന്നും പുറത്താക്കിയതായി സരോജിനി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മകളുടെ മരുമകൻ സരോജിനി വീട്ടിലില്ലാത്ത അവസരത്തിൽ വീട്ടുപകരണങ്ങളും 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും വീട് കുത്തി തുറന്ന് എടുത്തുകൊണ്ടുപോയി. ഇത് സംബന്ധിച്ച് നെടുപുഴ പോലീസിൽ പരാതി നൽകി 4 മാസം കഴിഞ്ഞിട്ടും യാതൊരു അന്വേഷണവും നടത്തുന്നില്ലെന്ന് സരോജിനി പരാതിപ്പെട്ടു. 2023 നവംബറിൽ കളക്ടർക്കും 2024 RDOയ്ക്കും 2025 കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു അന്വേഷണവും നടത്തുന്നില്ല എന്ന് പരാതിയുണ്ട്. വാർത്താ സമ്മേളനത്തിൽ രാജേന്ദ്രൻ കർത്ത, ഇന്ദിര നന്ദൻ എന്നിവരും പങ്കെടുത്തു. മണ്ണുത്തി കാളത്തോട് KSRTC ബസ് തടഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. കാളത്തോട് പെട്രോൾ പമ്പിന് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു ബസ് തടഞ്ഞത്. മണ്ണുത്തി പട്ടാളക്കുന്ന് സ്വദേശി പുതിയ വീട്ടിൽ ആസിഫ്, മുടിക്കോട് സ്വദേശി നൌഫൽ എന്നിവരെയാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. തൃശൂരിൽ നിന്നും മണ്ണുത്തി ഭാഗത്തേക്ക് ഓട്ടോയിൽ വരികയായിരുന്ന ഇരുവരും മണ്ണുത്തി ഭാഗത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ് എതിർദിശയിൽ വന്നതിനെ തുടർന്ന് ബസിന് മുൻപിൽ ഓട്ടോ നിർത്തി ബസ് ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് വാഹനം തടഞ്ഞു. അതുവഴി വന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ദൃശ്യങ്ങൾ പകർത്തി. വാഹനത്തിന്റെ നമ്പർ നോക്കി നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഇവർ സഞ്ചരിച്ച ഓട്ടോയ്ക്ക് ആവശ്യമായ രേഖകൾ കൃത്യമായിരുന്നില്ല. ഇതോടെ വാഹനവും മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും ഓട്ടോറിക്ഷയുടെ രേഖകൾ കൃത്യമല്ലാത്തതിനും 20,000-ഓളം രൂപ പിഴ ഈടാക്കി. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:10 കാളത്തോട് പെട്രോൾ പമ്പിൻ്റെ മുൻവശത്ത് വെച്ചിട്ട് ആണ് ഈ ഓട്ടോറിക്ഷ KSRTC ബസ്സിന് തടസ്സമായിട്ട് നിന്ന് KSRTC ബസ്സിലുള്ള ജീവനക്കാരെ അസഭ്യം പറയുന്നതായിട്ട് ശ്രദ്ധപ്പെട്ട് നമ്മൾ അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പുത്തൂർ സ്വദേശിയായിട്ടുള്ള സന്തോഷ് എന്ന് പറഞ്ഞ ആളാണ് നമുക്കതിൻ്റെ വിഷ്വൽ എടുത്തിട്ട് തന്നത്. ഞങ്ങൾ ആ സമയത്ത് ആ റൂട്ടിൽ ചെക്കിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ ഈ വണ്ടിയുടെ നമ്പർ അന്വേഷിച്ച് ആളുടെ അഡ്രസ്സ് തപ്പി പോയപ്പം പട്ടാളകുന്നത്താണ് ആളുടെ വീട്. ആഷിഫ് എന്ന് പറഞ്ഞ ആളുടെ ഉടമസ്ഥലാണ് ഈ ഓട്ടോറിക്ഷ എന്ന് മനസ്സിലായി. ഈ ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റും ഉണ്ടായിരുന്നില്ല, ടാക്സ് ഉണ്ടായിരുന്നില്ല, ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഓട്ടോറിക്ഷയാണ് തൃശ്ശൂർ ഭാഗത്തുനിന്ന് മണ്ണുത്തി ഭാഗത്തേക്ക് ഇവർ ഓടിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ആഷിഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലി പാർട്ട്ണറായിട്ടുള്ള ഒരാളുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നലെ വൈകിട്ട് തന്നെ പോയി ഇവരുടെ വീട്ടിലെത്തി വാഹനം നമ്മൾ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് അവരെ നോട്ടീസ് അയച്ച് വരുത്തി
ബാക്കി നടപടികൾ ഇന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. പൊതുഗതാഗതത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാറും ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ റോഡിൽ ഓടിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ശരിയല്ല. ബസ്സുകൾക്ക് കൃത്യമായ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അവരിപ്പം പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് വരുന്ന KSRTC ബസ്സാണെങ്കിൽ അവർക്ക് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയവും തൃശ്ശൂർ എത്തേണ്ട ഒരു സമയം കൃത്യമായി അവർക്ക് നിർണ്ണയിച്ച് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 50-60 പേരാണ് ഒരു ബസ്സിൽ ഉണ്ടാവുക ഒരു സമയം. അത്രയും പേരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബസ് കൃത്യമായ സമയങ്ങളിൽ സർവീസ് നടത്തുന്നത്. അപ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന രീതി പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് അടുത്തിടെ കണ്ടുവരുന്നുണ്ട്. കാറും ഓട്ടോറിക്ഷയൊക്കെ കൊണ്ടുവന്ന് റോഡ് ബ്ലോക്ക് ആക്കുന്ന രീതി അത് ശരിയല്ല. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടി തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയുടെ വീടിന് പരിസരത്തേക്ക് പോകുന്നതിനുള്ള വൈരാഗ്യത്താൽ ആക്രമണം. റൌഡി ഷിഹാബും 3 കൂട്ടാളികളും അറസ്റ്റിൽ. പ്രതികൾ റിമാൻഡിൽ. ചാവക്കാട് മണത്തല സ്വദേശി തെരുവത്ത് വീട്ടിൽ ഷിഹാബ്, മണത്തല സ്വദേശി ആലുങ്ങൽ വീട്ടിൽ നഹീഷ്, ഇരട്ടപ്പുഴ സ്വദേശി മൂക്കൻ വീട്ടിൽ കപിൽ ദേവ്, ചാവക്കാട് ബീച്ച് സ്വദേശി ആലുങ്ങൽ വീട്ടിൽ മുഹമ്മദ് അഫ്സൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, CPOമാരായ അഖിൽ, രാകേഷ്, ഉണ്ണിമോൻ, ഫിറോസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ട കേസിൽ കുപ്രസിദ്ധ ഗുണ്ട മാടത്ത ഷാനു റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, കവർച്ച, അടിപിടി, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 41 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ PKയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു. ഗർഭിണിയായ ഫസീലയെ ഭർത്താവ് വയറ്റിൽ ചവിട്ടിയതിലും ഭർത്താവിന്റെ മാതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ചതിലും ഫസീലയ്ക്കുണ്ടായ മാനസിക വിഷമത്തിലാണ് കെട്ടിത്തൂങ്ങി മരണപ്പെട്ടതെന്നുള്ള പരാതിയിലാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഫസീലയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇരിങ്ങാലക്കുട DVSP സുരേഷ് KG, സബ് ഇൻസ്പെക്ടർ ഷാജൻ MS, SIമാരായ ദിനേഷ് കുമാർ, PR സുമൽ, CPOമാരായ ജീവൻ, ഉമേഷ്, ശരത് എന്നിവരാണ് കേസ് അന്വേഷണം നടത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സ്റ്റേഷൻ റൌഡി അമരീഷും 3 കൂട്ടാളികളും റിമാൻഡിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനാണ് പുതുക്കാട് സ്റ്റേഷൻ റൌഡി കല്ലൂർ നായരങ്ങാടി ദേശത്ത് നൊച്ചിയിൽ വീട്ടിൽ അമരീഷ്, ആമ്പല്ലൂർ വെണ്ടൂർ ദേശത്ത് നിർമ്മൽ, പാറയ്ക്ക് വീട്ടിൽ സോവിൻ, കല്ലൂർ അന്തിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു എന്നിവരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ലിജു, വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, ബേസിൽ, ധന്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി K രാജൻ നിർവഹിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഒല്ലൂർ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ കൂട്ട പ്രാർത്ഥനാ റാലി സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ 5ാം വാർഡിൽ വഴി സൗകര്യമില്ലാതെ 6-ലധികം കുടുംബങ്ങൾ ദുരിതത്തിൽ. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധ തീജ്വാലയിൽ സംഗമവും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.